അപ്പൊ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടികളാണ് അമ്പിയാക്കൾ. അമ്പിയാക്കൾ കഴിഞ്ഞിട്ടേ മലക്കുകളും ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയാഇനോട് അല്ലാഹു തആല കൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിസ്കാരം നിർവഹിക്കുക എന്നത്. ഈ നിസ്കാരത്തിന് മറ്റുള്ള അമലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബഹുമാനം ഉണ്ട്. അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ നിസ്കാരം അല്ലാഹുവിന്റെ ശ്രേഷ്ഠ സൃഷ്ടികളായ ഒരു വാക്കിനും ഒരു പ്രവൃത്തിക്കും ലംഘനം വരുത്താത്ത വലിയ മഹത്വമുള്ള സൃഷ്ടികളായ മലായിക്കത്തുൽ കിറാം, അവരുടെ എണ്ണവും വണ്ണവും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ആ കോടിക്കണക്കിന് മലക്കുകൾക്ക് അല്ലാഹു തആല വ്യത്യസ്ത തരത്തിലുള്ള അമലുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ചില മലക്കുകൾ സദാസമയത്തും ഖിയാമിലാണ്, നൃത്തത്തിലാണ്. നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു, ഹംദ് ചൊല്ലുന്നു. നൂറ്റാണ്ടുകളായി അവർ നിൽക്കാൻ തുടങ്ങിയിട്ട് ക്ഷീണമൊന്നുമില്ല. അവർക്ക് ക്ഷീണം ബാധിക്കുന്ന ആൾക്കാരല്ല, ഒരിക്കലും ക്ഷീണം വരില്ല. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കുന്ന പ്രകൃതി അല്ലല്ലോ മലക്കുകളുടേത്. ഉറക്കമില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ഉണർവ് എന്ന് പറയാനില്ല, എപ്പോഴും ഉണർവാണ്. സദാസമയത്തും നൃത്തത്തിലായി അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്ന ഒരു വിഭാഗം. വേറെ ചില വിഭാഗം ഇരുന്നുകൊണ്ട് അല്ലാഹു തആലാക്ക് തസ്ബീഹും ഹംദും സനാഉം പ്രാർത്ഥനയും നിർവഹിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം റുകൂഇൽ, വേറെ ഒരു വിഭാഗം സുജൂദിൽ. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആ മലക്കുകളുടെ ഇബാദത്ത് മുഴുവനായി അല്ലാഹു തആല സംയോജിപ്പിച്ച് നൽകിയത് മനുഷ്യ വിഭാഗത്തിനാണ്. അതാണ് നിസ്കാരം. നിസ്കാരത്തിൽ നൃത്തമുണ്ട്, നിസ്കാരത്തിൽ റുകൂഉണ്ട്, നിസ്കാരത്തിൽ സുജൂദുണ്ട്, നിസ്കാരത്തിൽ ഇരുത്തം അത്തഹിയ്യാത്തുണ്ട്. എല്ലാം ഒരുമിച്ചുകൂടി ഒരു അമലാണ് നിസ്കാരം. അപ്പോ കോടിക്കണക്കിന് മലക്കുകൾ മൊത്തം ചെയ്യുന്ന അമല് നമ്മൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിലുണ്ട്. ആ മലക്കുകളുടെ എല്ലാവരുടെയും ആ അമലുകൾ അല്ലാഹു തആല മുഴുവനായും സംയോജിപ്പിച്ച് മനുഷ്യനെ മലക്കുകളെക്കാൾ മഹത്വപ്പെടുത്താൻ അല്ലാഹു നൽകിയ ശ്രേഷ്ഠമായ അമലാണ് നിസ്കാരം. ഒരു മലക്കിന്റെയും ഇബാദത്തിന് അതിൽ കുറവില്ല. എല്ലാ മലക്കുകളുടെയും ആരാധന നിസ്കാരത്തിൽ വന്നു ചേർന്നു. ആ നിസ്കാരം തന്നെ സഹോദരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഉമ്മത്തായ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഉറക്കെ സ്വലാത്തലാണ്, അല്ലെങ്കിൽ ഞാൻ അരമണിക്കൂറിന് വേദ നിർത്തും. ഉമ്മത്ത് മുഹമ്മദ് ക്ഷീണമൊന്നുമില്ലല്ലോ? ഉണ്ടാ? ഞാൻ നേരത്തെ വന്നപ്പോ തന്നെ ആചാര്യോട് ചോദിച്ചു, ഇവിടെ തണുപ്പുണ്ടാകും? തണുപ്പൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ ധൈര്യ സ്വലാത്തിക്കൊള്ളു, ആരും കേസ് കൊടുക്കൂല. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് അല്ലാഹു തആല നിസ്കാരത്തിൽ ഒന്നുകൂടി ബഹുമാനം നൽകി. നമ്മൾ ആയുസ് കുറഞ്ഞ വിഭാഗല്ലേ? ഇന്ന് മുഴുവനായാൽ ഇന്ന് മുഴുവനായ ചിലപ്പോൾ നാളെ പോകും. ഞാനാ നിങ്ങൾ ആദ്യം പോകാന്ന് പറയാൻ പറ്റൂല. അങ്ങനെയല്ലേ നമ്മുടെ കണക്കുള്ളൂ. അധിക ആളുകളും 60ന്റെയും 70ന്റെയും ഇടയ്ക്ക്. അതിന്റെ മുമ്പ് തീരുന്നവരും ധാരാളം ഉണ്ട്. അധികം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിഭാഗവും. അങ്ങനെ ഒരു നിശ്ചിത കണക്കേ ഉള്ളൂ, കുറഞ്ഞ കണക്ക്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ വലിയ കർമ്മങ്ങൾ ചെയ്ത് ആഖിറത്തിലെത്തുമ്പോ നമ്മൾ എല്ലാവരുടെയും മുന്നിലെത്തണം. നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ. നമ്മൾ അവസാനം വന്ന ജനതയാണ്. ഇനി ഒരു ഉമ്മത്ത് ലോകത്ത് വരാനില്ല, ഒരു നബി ലോകത്തിന് വരാനില്ല. ഏറ്റവും ശ്രേഷ്ഠത അല്ലാഹു നൽകിയ ഉമ്മത്താണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ മഹത്വം. ആ മഹത്വത്തിൽ ഒരു മഹത്വമാണ് എല്ലാ നബിമാർക്കും അല്ലാഹു നൽകിയ നിസ്കാരം മുഴുവനായും ഒരുമിച്ച് കൂട്ടി നമുക്ക് അല്ലാഹു തന്നു. നമ്മേക്കാൾ കൂടുതൽ ദീർഘായുസ്സോടെ ഭൂമിയിൽ ജീവിച്ച പലരുണ്ട്. 400 വർഷം ജീവിച്ച ജനങ്ങളുണ്ട്, 500 വർഷം ജീവിച്ചവരുണ്ട്, 1000 വർഷം ജീവിച്ചവരുണ്ട്. അവർക്കൊന്നും അല്ലാഹു തആല ഈ ബഹുമാനം നൽകിയിട്ടില്ല. എന്തിനാ സഹോദരങ്ങളെ, സഹോദരിമാരെ ഈ ബഹുമാനം? പാരത്രിക ലോകത്ത് എല്ലാവരും വന്നണയുമ്പോ
ഏറ്റവും ആയുസ് കുറഞ്ഞ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. ആ ഉമ്മത്തിൽ 100 കടക്കുന്നവർ വളരെ കുറവാണ്. വലിയ വലിയ മഹത്തുക്കൾ എടുത്തു നോക്കൂ സഹോദരങ്ങളെ. 90-നും 95-നും അപ്പുറം പോയവർ വളരെ കുറവാണ്. 100 കഴിഞ്ഞവർ എണ്ണിയാൽ തീരുന്ന അത്രയേ ഉള്ളൂ. ഈ വർഷത്തിന്റെ ഇടക്ക് ഇത്രയും 1400 വർഷത്തിന്റെ ഇടക്ക് കൂടുതൽ ആളുകളും 90 എത്തുന്നതിന്റെ മുമ്പ് 80 എത്തുന്നതിന്റെ മുമ്പ് ഈ ലോകം വിട പറഞ്ഞു. എന്നാലും പരലോകത്ത് എത്തുമ്പോൾ എല്ലാ തലങ്ങളിലും മീസാനിലും സിറാത്തിലും ഹൗലിന്റെ അടുക്കലും പാലത്തിന്റെ അടുക്കലും ഒക്കെ ആദ്യം മുന്നോട്ട് പോകുന്നവര് ഈ ഉമ്മത്താണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. 900 കൊല്ലം ജീവിച്ച ആളുകൾ 1000 കൊല്ലം ജീവിച്ചവരൊക്കെ നമ്മെ പിറകിലാണ്. എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം? ഒന്നാമതായി നമുക്ക് അല്ലാഹു നൽകിയ വലിയ ഭാഗ്യം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ പെടാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് തന്നെ ഏറ്റവും ബഹുമതിയുള്ള അമലുകളൊക്കെ തന്ന് അല്ലാഹു അനുഗ്രഹിച്ചു. അമലുകൾ നേരാവണ്ണം നിർവഹിച്ചാൽ നമ്മെ പോലെ ഭൂമി ലോകത്ത് സ്ഥാനത്തെത്തുന്നൊരു ഉമ്മത്തും വേറെയില്ല. നേർക്ക് നേരെ നിസ്കാരം നിർവഹിച്ചാൽ തന്നെ 5 വഖ്ത് നിസ്കാരം ഒരുമിച്ച് അല്ലാഹു ഒരു ഉമ്മത്തിനും നൽകിയിട്ടില്ലല്ലോ. 5 വഖ്ത് അല്ലാഹു നൽകിയ 5 വഖ്തിന് തന്നെ 50 വഖ്തിന്റെ മഹത്വമല്ലേ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. 5 ആക്കി ചുരുക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞില്ലേ, 5 ആണെങ്കിലും ഇത് 50 ആകുന്നു. 50 നിസ്കാരമല്ലേ സഹോദരങ്ങളെ നിർബന്ധമാക്കിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടുകൊണ്ട് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചോദിച്ച് അല്ലാഹു തആല 5 ആക്കി ചുരുക്കി തന്നെങ്കിലും 50ന്റെ സ്ഥാനമാണ് ഈ 5-നുള്ളത്. അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കൂ, 50 നിസ്കാരം നിർവഹിച്ച ഒരാൾ ഒരു ദിവസം തന്നെ ചെയ്യുന്ന അമലാണെങ്കിൽ 1 മാസമാകുമ്പോഴേക്ക് ആ അമലിന്റെ മഹത്വം എത്ര വർദ്ധിച്ചു. 1 വർഷമാകുമ്പോഴേക്ക് എത്ര കൂടുതലായി. 10 വർഷമാകുമ്പോ പിന്നെയും എത്ര കൂടുതലായി. ഈ ശ്രേഷ്ഠമായ അമല് പോലത്തൊരു അമല് മുൻഗാമികളിൽ ഒരാൾക്കും അല്ലാഹു ഇതുപോലെ ഒരുമിച്ച് കൂട്ടി നൽകിയിട്ടില്ല. അതും സഹോദരങ്ങളെ മുൻഗാമികൾക്കുള്ള നിസ്കാരം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതാത് കാലത്തുള്ള അമ്പിയാക്കളോട് നിസ്കാരം നിർവഹിക്കണമെന്ന ഉത്തരവ് നൽകിയിട്ട് പ്രത്യേകമായി അതിന്റെ വകുപ്പുകളൊക്കെ ഇറക്കിക്കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചുവെങ്കിൽ നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം സമ്മാനിച്ചത് അങ്ങനെയല്ലല്ലോ. നിസ്കാരം സമ്മാനിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് ഹളറത്തിലേക്ക് വിളിച്ചു ചേർത്തിട്ടല്ലേ നിസ്കാരമെന്ന സമ്മാനം കൊടുത്തത്. പിരിഞ്ഞു പോരുമ്പോൾ അള്ളാഹുവിനോട് സംവദിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അള്ളാഹു നൽകിയ വലിയൊരു സമ്മാനം, വലിയൊരു പ്രസന്റേഷൻ അല്ലേ നിസ്കാരം. ആ നിസ്കാരം തന്നെ മറ്റുള്ള അമലുകൾ പോലെയല്ല. നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയ വിഷയം ഇങ്ങോട്ടല്ലേ ഇറക്കിക്കൊടുത്തത്. സക്കാത്ത് നിർബന്ധമാക്കിയതും ഇങ്ങോട്ടല്ലേ ഇറക്കിക്കൊടുത്തത്. ഹജ്ജ് നിർബന്ധമാക്കിയതും ഇങ്ങോട്ടല്ലേ ഇറക്കിക്കൊടുത്തത്. നിസ്കാരം അങ്ങനെയല്ല. അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു ചേർത്ത് അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം സമ്മാനമായി കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് വിളിച്ചു ചേർത്തത് എന്തിനാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സങ്കടം മാറ്റാൻ ആമുൽ ഹുസ്ൻ എന്ന് പേര് വെച്ച വർഷത്തിലല്ലേ മിഅ്റാജ് നടക്കുന്നത്. ദുഃഖവർഷം എന്നാണ് ആമുൽ ഹുസ്ൻ എന്ന വാക്കിന്റെ അർത്ഥം. എങ്ങനെയാണ് ദുഃഖം വന്നത്? 2 വ്യക്തിത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുണയും തണിയുമായിരുന്ന 2 വ്യക്തിത്വങ്ങൾ 3 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത്.
ആരാണത്? ഒന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ഏറ്റവും കൂടുതൽ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചു കൂട്ടിയത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ്. അത്ര വർഷം അള്ളാഹുവിന്റെ റസൂല് ഒരൊറ്റ ഭാര്യമാരോടുകൂടെയും ചെലവഴിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ വിടവാങ്ങുമ്പോൾ അവിടത്തേക്ക് വന്ന ദുഃഖം അത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. കാരണം സഹോദരങ്ങളെ, ഒരാണിന്റെയോ 10 ആണിന്റെയോ പവറല്ല ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു നൽകിയത്. ധീരതയിൽ വലിയ ധീരതയാണ്, സഹായത്തിൽ ഏറ്റവും വലിയ സഹായിയാണ്. ഒരാണിനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരും സഹായിക്കാത്ത ഒരു ഘട്ടത്തിൽ, ആരും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ സ്വന്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ സഹായിച്ചത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. മാത്രമല്ല ഉമ്മമാരെ, ഏറ്റവും ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചതും ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഈ വലിയ മഹത്വം കിട്ടിയ ഖദീജ റളിയല്ലാഹു അൻഹാ, പറഞ്ഞാൽ തീരാത്ത അത്രയും മഹത്വം കിട്ടിയ മഹദി വഫാത്തായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് സങ്കടം സഹിച്ചില്ല. വല്ലാത്ത വിഷമം തന്നെയാണ്. അത്രയും വലിയ പിന്തുണയും സഹായവുമാണ് ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയത്. ഒരിക്കലും ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ആ പിന്തുണയും സഹായവും മായ്ക്കപ്പെടാൻ കഴിയില്ല. അത്രയും വലിയ മഹത്വമാണ്. പിൽക്കാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്തതുപോലെ ആരെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തത്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാല ബീവി നടന്നു വരികയാണെങ്കിൽ ആ നടത്തം നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിൽക്കും. ഹാല ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. ആ നടത്തം കാണുമ്പോ എന്റെ ഖദീജ എനിക്ക് ഓർമ്മ വരുന്നു. വല്ലാത്തൊരു നടത്തം തന്നെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികൾക്കും അവിടുന്ന് വലിയ ബഹുമാനവും സ്ഥാനവും നൽകി. ആ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി 3 ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോഴേക്കതാ അബൂ ത്വാലിബും വഫാത്തായി പോയി. സങ്കടത്തിന്റെ മേൽ സങ്കടമാണ് ഇരട്ടി വരുന്നത്. അബൂ ത്വാലിബുള്ള ഘട്ടത്തിൽ ഒരൊറ്റ ശത്രുവിനും അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ കയ്യോങ്ങാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തെങ്കിലും ചെയ്യാനോ ആർക്കും ധൈര്യമില്ല. അബൂ ത്വാലിബ് നൽകിയ പ്രൊട്ടക്ഷൻ അങ്ങനെയാണ്. അബൂ ത്വാലിബ് വഫാത്തായ അന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുറത്തിറങ്ങിയിട്ട് നടന്നപ്പോ ശത്രുക്കൾ തലയിലേക്ക് മണ്ണ് വാരിയിട്ടു. തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയിൽ നിന്ന് പെൺകുട്ടികളാകുന്ന സൈനബ ബീവി റളിയല്ലാഹു അൻഹയും ഫാത്തിമ ബീവിയൊക്കെ മണ്ണിങ്ങനെ തട്ടിക്കൊടുക്കുമ്പോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മൂത്താപ്പ അബൂ ത്വാലിബ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. വല്ലാഹി ലൻ യസ്വിലു ഇലൈക ബിഅസ്രിഹിം ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീനാ. ആ വാക്ക് എത്ര യാഥാർത്ഥ്യം. എന്റെ തല മണ്ണിൽ വെക്കുന്നത് വരെ ഒരൊറ്റ കുട്ടിയും തങ്ങളുടെ അടുത്തേക്ക് അടുക്കുകയില്ല. എതിർപ്പുള്ള ഒരാളും ഒരു പ്രവൃത്തിയും ചെയ്യൂല. അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ മരിച്ച് മണ്ണിലെത്തണം. ശരിയല്ലേ? ആ വാക്ക് എത്ര യാഥാർത്ഥ്യമാണ്. അബൂ ത്വാലിബുള്ള ഘട്ടത്തിൽ ഒരൊറ്റ ശത്രുവിനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ധൈര്യം വന്നിട്ടില്ല. അബൂ ത്വാലിബിന്റെ സംരക്ഷണമാണത്. അത്രയും വലിയ കാവലാണ് അബൂ ത്വാലിബ് നൽകിയത്. നമുക്ക് ഏറ്റവും കാവലുള്ള ഒരാൾ മരിച്ചു പിരിയുമ്പോഴുള്ള ദുഃഖം സഹിക്കാൻ കഴിയോ സഹോദരങ്ങളെ? ഇതാർക്കാണ് ഈ വലിയ കാവലും ആശ്രയവും നൽകുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഈ 2 സംഗതികളും ചേർന്ന് വന്നപ്പോ ദുഃഖത്തിനുമേൽ ദുഃഖം ഇരട്ടിയായി.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമാധാനിപ്പിക്കുന്നതിന്, സന്തോഷം അവിടത്തേക്ക് നൽകുന്നതിന് അള്ളാഹു ഒരുക്കിയ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽ ഒന്നാണ് ഇസ്രാ മിഅ്റാജ്. ആ ഇസ്രാ മിഅ്റാജിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇസ്രായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നിസ്കാരമല്ലേ? അമ്പിയാക്കളെ മൊത്തം മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിൽ വരിവരിയായി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അവർ സ്വീകരിച്ചപ്പോ ആ അമ്പിയാഇന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ശ്രേഷ്ഠമായ അമല് 2 റക്അത്ത് നിസ്കാരമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ നബിമാർക്കും ഇമാമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ഞാനാണോ നിസ്കരിക്കേണ്ടത്? നിങ്ങൾ ഇമാമായി നിസ്കരിക്കൂ. ഒരുപാട് ഉള്ളവരൊക്കെ ഉപ്പാപ്പമാരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം പ്രഗത്ഭന്മാരായ അമ്പിയാക്കളല്ലേ മൊത്തമുള്ളത്. അവര് സൊഫായി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിറകിൽ 2 റക്അത്ത് നിസ്കരിച്ചു. മിഅ്റാജിലെത്തിയപ്പോൾ സമ്മാനമായി നൽകിയതും നിസ്കാരമാണ്. തങ്ങൾക്കേറെ സന്തോഷമായി. അള്ളാഹുവുമായി സംവദിച്ചാൽ കിട്ടുന്ന അത്ര ഒരു സന്തോഷം ലോകത്ത് വേറൊന്നില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ ആഖിറത്തിലെത്തുമ്പോ ഏറ്റവും അധികം ഒരു മുഅ്മിന് സന്തോഷം ലഭിക്കുന്നത് അല്ലാഹുവുമായുള്ള സംഭാഷണത്തിലും അല്ലാഹുവുമായുള്ള സംഗമത്തിലും അല്ലാഹുവിനോട് സംസാരിക്കുന്നതിലുമാണ്. അത്ര വലിയൊരു സന്തോഷം സ്വർഗലോകത്ത് വേറെയില്ല. അല്ലാഹുവിലേക്ക് നോക്കുന്ന മുഖങ്ങൾ തന്നെ എത്ര വലിയ പ്രകാശമുള്ള മുഖങ്ങളാണ്. അല്ലാഹുവിനെ കാണാൻ ഭാഗ്യമുള്ള ശരീരം എത്ര ഭാഗ്യമുള്ള ശരീരമാണ്. സഹോദരങ്ങളെ, നിസ്കാരം സമ്മാനമായി നൽകിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിപ്പോയി, എല്ലാ വിഷമങ്ങളും മാറിപ്പോയി. അന്നത്തെ രാത്രി തീരുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തിരിച്ചെത്തി. അതിനു മുമ്പ് തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഫർള് നിസ്കാരം ഇസ്രായിലാണ് നൽകിയതെങ്കിലും അതിന്റെ രൂപഭാവങ്ങൾ മുഴുവനായും വന്നതും സംഘടിതമായി ആ നിസ്കാരം സംഘടിപ്പിക്കപ്പെട്ടതും മദീനയിൽ വെച്ചാണ്. മക്കയിൽ വെച്ച് തന്നെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതേ, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട് ആ നിസ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്ത് അത് പഠിപ്പിച്ചു കൊടുത്ത് കുറഞ്ഞ കാലം മക്കയിൽ താമസിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലാണ് കൂടുതൽ കാലം നിസ്കരിച്ചത്. ഈ നിസ്കാരം അല്ലാഹുവിൽ നിന്ന് കിട്ടിയ സമ്മാനമാണ്. സങ്കടങ്ങളൊക്കെ മാറി വലിയ സന്തോഷത്തോടെ വരുമ്പോ അല്ലാഹു നൽകിയ സമ്മാനം. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് ഇതുപോലെ പറ്റുന്നൊരു കർമ്മം വേറെയില്ല.